ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്രിസ്മസ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഈ അടിസ്ഥാന പാഠാവലിയിൽ മെയിനായിട്ട് ഉണ്ടാകുന്നത് ആദ്യം തന്നെ ഇങ്ങനെ വായിക്കാം എഴുതാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർഷനായിരിക്കും. ആദ്യത്തെ പ്രവർത്തനം നിങ്ങൾക്ക് ചെറിയൊരു കഥ തന്നിരിക്കും, എന്നിട്ട് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കവിതയായിരിക്കാം തരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് അത് വായിക്കുക, എന്നിട്ട് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പിന്നീടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനുണ്ടാവും, നിവേദനം ഉണ്ടാവും, ആസ്വാദനം തയ്യാറാക്കാനുണ്ടാവും, ഉപന്യാസം തയ്യാറാക്കാനുണ്ടാവും. അതുപോലെ തന്നെ ഒരു കാർട്ടൂൺ തന്നിട്ട് നമ്മളോട് അതിനെ മനസ്സിലാക്കിയിട്ട് കാർട്ടൂണിൻ്റെ ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനും പറയും. ഇത്രയാണ് മെയിനായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പള്ളിക്കുന്നിലെ തിണക്കിൽ തറവാട്ടിൽ അച്ഛൻ്റെ വിയോഗം തീർത്ത വറുതിയുടെ നാളുകൾ. വയറു നിറയെ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങൾ എത്രയായി? ഉള്ളു പിടയുന്ന ആദിയുമായി അമ്മ, നെടുവീർപ്പുമായി അരികിൽ സഹോദരങ്ങൾ. തിണക്കൽ പത്മനാഭൻ നായർ ലോകം ആദരിക്കുന്ന ടി പത്മനാഭൻ എന്ന എഴുത്തുകാരനായതിന് പിന്നിൽ നീന്തിക്കടന്ന ദുരിത കടലുകൾ ഏറെയാണ്. പത്മനാഭൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കുട്ടിയുണ്ട്. അവനൊഴുക്കിയ കണ്ണീരിൻ്റെ ഉപ്പുരസമുണ്ട്. ആ ലവണാംശമാണ് പത്മനാഭൻ എഴുതിയ കുട്ടികൾ പ്രധാന കഥാപാത്രമായി വരുന്ന കഥകളിൽ പല രീതിയിൽ നാം അനുഭവിക്കുന്നത്. ബാലകൗമാര മനസ്സുകളുടെ അനുഭവ പ്രപഞ്ചത്തിലേക്കുള്ള ജാലകം മലയാള ചെറുകഥയിൽ ആദ്യം തുറന്നിട്ടത് പത്മനാഭനാണ്. മഞ്ഞ നിറമുള്ള റോസാപ്പൂവ്, അന്തിവെളിച്ചം, അശ്വതി, ശിശുദിനം, വനവാസം, ഒരു കൊച്ചു ചങ്ങാതി, ഒരു ചെറിയ കഥ, ഗോട്ടി, ഒടുവിലത്തെ താവളം, വീട് നഷ്ടപ്പെട്ട ഒരു കുട്ടി, പഴയ ഓർമ്മകൾ, പുതിയ സ്വപ്നങ്ങൾ തുടങ്ങി മികച്ച ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫ് തരുമ്പോൾ ആദ്യം തന്നെ നിങ്ങളത് മനസ്സിലാക്കി വായിക്കണം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമായിരിക്കും, വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ആദ്യം ഇത് മനസ്സിരുത്തി നിങ്ങൾ വായിക്കുക. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അച്ഛൻ്റെ വിയോഗം തിണക്കൽ തറവാടിനെ ബാധിച്ചത് എങ്ങനെയാണ്? അത് പട്ടിണിയായിട്ടാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് കേട്ടോ ശരി ഉത്തരം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കണ്ണുനീരിൻ്റെ ഉപ്പുരസം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ദുരിതപൂർണമായ ബാല്യമാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കുട്ടികൾ പ്രധാന കഥാപാത്രങ്ങളാകുന്ന പത്മനാഭൻ്റെ കഥകൾ ഏതാണ്? അന്തിവെളിച്ചം, അശ്വതി, വനവാസം. ആദ്യത്തേതാണ് കേട്ടോ ആൻസർ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടികളുടെ അനുഭവങ്ങളെ പത്മനാഭൻ സർഗാത്മകമായി അവതരിപ്പിച്ചത് എവിടെയാണ്? ചെറുകഥയിലാണ് അല്ലേ? യെസ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എഴുത്തുകാരനെ രൂപപ്പെടുത്തുന്നതിൽ അനുഭവങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന പ്രസ്താവന ടി പത്മനാഭനെ പ്രസക്തമാക്കുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. കുട്ടികൾ കഥാപാത്രങ്ങളാകുന്ന രചനകൾ പരിശോധിക്കുമ്പോഴാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് കേട്ടോ. അപ്പം നമുക്കിവിടെ ഒരു 4 വരി തന്നിട്ടുണ്ട്. കാടു കാക്കും കാട്ടുമക്കളെ, കാടിനുയരാം കാട്ടുമക്കളെ, കാട് പോറ്റിയ കാട്ടുമക്കളെ, ചേർന്നു നിൽക്കണം നമ്മളെന്നും. ഈ വരികളും നഞ്ചിയമ്മ പറഞ്ഞ കാര്യങ്ങളും പരിഗണിച്ച് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലാദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്ന വരികൾ നന്നായിട്ട് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം കേട്ടോ. ആ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഈ വരികളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായ രീതിയിൽ കാര്യങ്ങൾ എഴുതണം. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് അത് നന്നായിട്ട് നല്ല രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അത് വെറുതെ എക്സ്പ്ലെയിൻ ചെയ്താൽ പോരാ, നല്ല ഭാഷ ഉപയോഗിക്കണം കേട്ടോ. നല്ല ഭാഷ ഉപയോഗിക്കുക മാത്രമല്ല, നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സ്ഥലത്ത് ഫുൾ സ്റ്റോപ്പ് ഇടണം, ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ട സ്ഥലത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മലയാളം എക്സാമിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പിന്നീട് അവർ തന്നിട്ടുള്ള വരികളോടുള്ള നമ്മുടെ നിലപാട് എന്താണെന്നുള്ളതും കൂട്ടിച്ചേർക്കാൻ മറക്കരുത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെ വേണം? നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതെന്താണ് ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം എഴുതണം. പിന്നീട് എഴുതാൻ നല്ല ഭാഷ ഉപയോഗിക്കണം. അതായത് നമ്മളിപ്പോൾ സംഭാഷണത്തിലുള്ള പോലെ ആയിരിക്കില്ല പ്രതികരണക്കുറിപ്പിൽ നമ്മൾ എഴുതുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ നിലപാടൊക്കെ വ്യക്തമാക്കിയിട്ട് വേണം പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടെങ്കിലൊക്കെ നമുക്ക് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം ഒരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാൻ. ഇനി ബി നോക്കൂ. ഞങ്ങൾക്ക് പാട്ട് പഠിക്കേണ്ട കാര്യമില്ല. കാട്ടുമക്കളെ പറ്റി നഞ്ചിയമ്മ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? അവർ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് പാട്ടറിയാം അല്ലേ. അവരങ്ങനെയുള്ള പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ജനിക്കുന്നതും അവരുടെ ജീവിതം മുഴുവനും ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്
അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് പാട്ട് പഠിക്കേണ്ട ആവശ്യമല്ലെങ്കിൽ കാര്യമില്ല എന്ന് നഞ്ചിയമ്മ അങ്ങനെ പറയാൻ കാരണമാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. നിവേദനം തയ്യാറാക്കാനാണ്. ഈ നിവേദനം തയ്യാറാക്കുന്നതും ആസ്വാദനത്തിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഞാൻ കൊടുക്കാം. അപ്പോൾ അതും വേണമെങ്കിൽ പോയി കാണാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇനി നിവേദനം തയ്യാറാക്കുമ്പോഴും നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിവേദനം എന്നല്ല, മലയാളം എക്സാമിന് മെയിനായിട്ട് നിങ്ങൾ നല്ല ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയണം. നിങ്ങൾ അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്നാലും ചെറിയ മിസ്റ്റേക്കൊക്കെ അവർ അതൊക്കെ മാറ്റി മാർക്ക് തരും. എന്നാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ളൊരു എഫേർട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നിവേദനത്തിനൊരു നല്ലൊരു സ്ട്രക്ചർ വേണം കേട്ടോ. ആരാണ് നമ്മൾ അയക്കുന്നത്, അവരുടെ പേര്, അഡ്രസ്സ്, ആർക്കാണ് അയക്കുന്നത്, അവരുടെ പേര്, അഡ്രസ്സ്, പിന്നെ എന്താണ് അതിൻ്റെ വിഷയം. ഇതിപ്പോൾ നിങ്ങളുടെ ആൻസർ പേപ്പറാണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മളെ പേര് എഴുതുക. ഇത് ഫ്രം നമ്മളെ അഡ്രസ്സ്, പിന്നെ ടു ആർക്കാണ് അയക്കുന്നത് എന്നുള്ളതിൻ്റെ അഡ്രസ്സ്, ഇവിടെ ഒരു ഡേറ്റ്, പിന്നെ വിഷയം എഴുതുക, എന്താണ് കാര്യം എന്നുള്ളത് 2 കുത്തിട്ടിട്ട് അത് എഴുതുക. എന്നിട്ടാണ് പിന്നെ നമ്മുടെ എന്താണ് കാര്യം എഴുതേണ്ടത്, സബ്ജക്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നാട്ടിലെ പൊതു വായനശാലകളെ നിങ്ങൾക്ക് പരിചയമില്ലേ? സ്കൂളിലെ കൂട്ടുകാർക്ക് സൗകര്യപ്രദമായി പൊതു വായനശാല ഉപയോഗിക്കാൻ അവസരം അഭ്യർത്ഥിച്ചുകൊണ്ട് വായനശാല സെക്രട്ടറിക്ക് നൽകാൻ നിവേദനം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മളെ പേര് എഴുതുക, അഡ്രസ്സ് എഴുതുക, ഇവിടെ വായനശാല സെക്രട്ടറി എന്ന് എഴുതുക, എന്നിട്ടോ ഇവിടെ ഡേറ്റ് എഴുതുക, പിന്നീട് വിഷയം കൊടുക്കുക അല്ലേ, എന്താണ് വിഷയം എന്നുള്ളത് സാധനം കൊടുക്കുക, എന്നിട്ട് ബഹുമാനപ്പെട്ട വായനശാല സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാര്യം അവതരിപ്പിക്കുക. എന്നിട്ട് വിശ്വസ്തയോടെ, ഏറ്റവും അവസാനം വിശ്വസ്തയോടെ നമ്മളെ പേര്, ഒപ്പ്, അത്രയും കഴിഞ്ഞാൽ എന്താണ് നിവേദനമായി അല്ലേ? യെസ്, സിമ്പിളല്ലേ? ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് നോക്കുക. 4ാമത്തെ പ്രവർത്തനമാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉച്ചക്കഞ്ഞി. ഇന്ന് എന്ത് പറ്റി? ഉഷാറായി വർക്ക് ചെയ്തു വന്നിരുന്ന ജോസ് ഇന്ന് വർക്കേ ചെയ്തില്ല. മടിയൻ കുഞ്ചു എണീക്ക്. സൗദാമിനി ടീച്ചർ 2 പെട കൊടുത്തു. പഠിക്കാൻ സമയം കിട്ടിയില്ല. 2 ദിവസം ഒഴിവായിരുന്നല്ലോ. കളിയാക്കിക്കൊണ്ട് ഹംസമാഷ് ഒരു നുള്ളു പാസാക്കി. ഇന്നലെ രാത്രി പണിയെടുക്കാൻ പോയിരുന്നോ? ഉറക്കം തൂങ്ങി. ചന്ദ്രൻമാഷ് ചെവി പിടിച്ചു തൂക്കി. ഇൻ്റർവെല്ലിന് ക്ലാസ്സിലൊരു കരച്ചിൽ. കുട്ടികൾ ആരുമല്ല കരയുന്നത്. പിന്നെ ഒടുവിൽ കണ്ടെത്തി, ജോസിൻ്റെ ബാഗിൽ നിന്നാണ്. അവനെവിടെ പോയി? അവസാനം ഒരുത്തൻ ബാഗ് തുറന്നു. ഒറ്റച്ചാട്ടം, ഒരു കാറിലും. എനിക്ക് ചോറും പയറും വേണേ. ജോസിൻ്റെ ചോറ് പാത്രം വല്ലതും കണ്ടിട്ട് 2 ദിവസമായിരുന്നു. ഓക്കെ. അപ്പോൾ ഉച്ചക്കഞ്ഞി എന്ന് പറയുന്ന ഒരു സ്റ്റോറിയുടെ പോർഷൻ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് അതിന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ എന്താ വേണ്ടത്? നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ഹെഡിങ് എഴുതണം. ഉച്ചക്കഞ്ഞിന്ന് ഹെഡിങ് എഴുതണം അല്ലേ. എന്നിട്ട് നമ്മളിത് വായിച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നിങ്ങൾ വായിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായിട്ടുള്ളത് അതിൻ്റെ ഒരു ചുരുക്ക രൂപം വേണം നമ്മൾ ആസ്വാദനത്തിൽ എഴുതാൻ. ഇത് മുഴുവനും എഴുതി വെക്കരുത്. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണോ മനസ്സിലായത്, ഇത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് എഴുതുക. ഓക്കെ ആണല്ലോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സ്ഥലത്ത് ഫുൾ സ്റ്റോപ്പ് ഇടണം. ഓക്കെ. അതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നിടത്ത് ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ചിഹ്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഒരു ചുരുക്ക രൂപം എഴുതുക. പിന്നെ നമുക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അഭിപ്രായം കൂട്ടിച്ചേർക്കുക. ഹെഡിങ് മറക്കരുത് കേട്ടോ. ഇത്രയാണ് നമ്മുടെ ആസ്വാദനത്തിൽ എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഉച്ചക്കഞ്ഞിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് ആരാ എഴുതിയെന്നത് അവിടെ താഴെ ഉണ്ട്, യദു കൃഷ്ണൻ N. ഓക്കെ. അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്ത് വേണം നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ. അടുത്തത് നോക്കൂ. പ്രവർത്തനം 5 ഉപന്യാസം എഴുതാനാണ് കേട്ടോ. സന്തോഷവും സൗന്ദര്യവും സങ്കടവും പങ്കുവെക്കുന്ന ഫാത്തിമ തുരുത്ത് പരിചയപ്പെട്ടല്ലോ. നിങ്ങൾക്കും അവിടെ ഒന്ന് പോകാൻ തോന്നിക്കാണുമല്ലേ? ഫാത്തിമ തുരുത്തിലെ കാഴ്ചകളെ വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ ഫാത്തിമ തുരുത്ത് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കവിതയാണല്ലേ. അപ്പോൾ അത് വായിച്ചിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനി അതിനൊരു ഉപന്യാസം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എഴുതുമ്പം ഇതിപ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉപന്യാസത്തിൻ്റെ ഒക്കെ ഒരു കറക്റ്റ് ആൻസർ എഴുതിയിട്ടുള്ള വീഡിയോ വേറെ ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഉപന്യാസം എഴുതുമ്പോൾ ആദ്യം നമ്മൾ
ഒരു അഭിമുഖം, ഒരു ആമുഖം. ആദ്യം തന്നെ ഒരു 4 വരി എന്തിനെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്നുള്ളത് എഴുതുക. പിന്നീട് ഒരു പാരഗ്രാഫ് തുടങ്ങുന്ന പോലെ ഇവിടുന്ന് തുടങ്ങിയിട്ട് അതിലെ കാര്യങ്ങൾ, അതിൻ്റെ കൺക്ലൂഷൻ, ഈ ഫാത്തിമ തുരുത്തിൻ്റെ കൺക്ലൂഷൻ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതുക. എന്നിട്ടോ അവസാനം നമ്മൾ എന്ത് വേണം? അവസാനം അടുത്ത പാരഗ്രാഫ് തുടങ്ങിയിട്ട് ഇതെവിടെ തുടങ്ങാം? ഇവിടെ തുടങ്ങിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ, ഫാത്തിമ തുരുത്തിനെ കുറിച്ചുള്ള നമ്മുടെ നിരീക്ഷണങ്ങൾ, ഇതൊക്കെ നമുക്ക് എഴുതി ചേർക്കുക. ഓക്കെ, അപ്പം 3 പാരഗ്രാഫായിട്ടാണ് ഉപന്യാസം നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. തുടക്കത്തിലൊരു ആമുഖം, ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഒരു ആമുഖം വേണം അല്ലേ? യെസ്, ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ. പിന്നീട് രണ്ടാമത് പറയുന്നത് എന്താണ്? നമ്മുടെ വിശദീകരണം അല്ലേ? ആ കവിത വായിച്ചിട്ട് അതിൻ്റെ പ്രധാന ആശയം നമ്മൾ വിശദീകരിക്കണം. അതാണ് രണ്ടാമത്തതിൽ പറയുന്നത്. മൂന്നാമത് നമ്മൾ എന്താ എഴുതേണ്ടത്? നമ്മുടെ നിരീക്ഷണങ്ങൾ അല്ലേ? അത് വായിച്ചിട്ട് നമുക്ക് മനസ്സിലായ നമ്മുടെ നിരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായമൊക്കെ ഈ ലാസ്റ്റിലാണ് എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണൊരു ഉപന്യാസത്തിൻ്റെ സ്ട്രക്ചർ. നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി പ്രവർത്തനം 6 നോക്കാം. കാർട്ടൂൺ വിശകലനക്കുറിപ്പ്. നമുക്കിവിടെ ഒരു ചെറിയൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? യെസ്, എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കും, ഒടുവിൽ ഈ നാട് ദുരന്തഭൂമിയാകുമ്പോൾ എന്നെ ശപിക്കും. ഈ കാർട്ടൂൺ വിശകലനം ചെയ്തിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കാർട്ടൂൺ നോക്കുക, മനസ്സിലാക്കുക, ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കുക. ഓക്കെ, എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമുക്കിതൊന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. ഇവിടെ നമുക്ക് ചെറിയൊരു സർക്കിൾ തന്നിട്ടുണ്ട് അല്ലേ? എന്നിട്ട് ഇവിടെ ഒരു എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? JCBനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലേ? എന്താണ് പറയുന്നത്? എന്നെക്കൊണ്ടൊക്കെ ചെയ്യിക്കും, ഒടുവിൽ ഈ നാട് ദുരന്തഭൂമിയാകുമ്പോൾ എന്നെ ശപിക്കുന്നു അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഇത് എന്താണ് നമുക്ക് മനസ്സിലായത് എന്നുള്ളത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ യന്ത്രങ്ങളുടെ ഉപയോഗവും അതിൻ്റെ ദുരുപയോഗമൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കണം. കേട്ടല്ലോ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നല്ല ആകർഷകമായ വാക്യങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ടീച്ചർക്കൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാലോ, അടിപൊളിയാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ഈ കാർട്ടൂണൊക്കെ വിശകലനം ചെയ്യാൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇവിടെ ഈ JCB കൊടുത്തതുകൊണ്ട് അതിൻ്റെ യന്ത്രങ്ങളുടെ ഉപയോഗം, ദുരുപയോഗം, അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രകൃതിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഓക്കെ ആണല്ലോ? ഇനി B ക്വസ്റ്റ്യൻ നോക്കാം. പൂച്ചയെ രക്ഷിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന പ്രസ്താവനയ്ക്ക് യോജിക്കുന്നത് എന്താണ്? ഒരു കൈ നോക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മലയാളം സെക്കൻഡിൻ്റെ ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിളാണ്. കഴിഞ്ഞ വർഷം വളരെ സിമ്പിളായിരുന്നു, ഈ വർഷവും വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.